വലിയ പ്രതിഷേധമാണ് രാജ്യമെമ്പാടും ഇരമ്പിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, BJPക്കും മറ്റ് ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്കൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. അവിടെ പോലും BJP സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. എന്താണ് മഹാരാഷ്ട്രയിലെ സാഹചര്യം? മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലും വിദ്യാർത്ഥി യുവജന പ്രതിഷേധം വളരെ വ്യാപകമാകുകയാണ്. പക്ഷേ നമുക്കറിയാം, മഹാരാഷ്ട്ര അല്ലെങ്കിൽ മുംബൈ എന്ന് പറഞ്ഞാൽ നിരവധി പോരാട്ട സമരങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു നഗരമാണ്. എന്നാൽ വളരെ ഒരു ജനകീയമായ രീതിയിൽ ഇത്രമാത്രം യുവജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സമരം അടുത്ത കാലത്തൊന്നും മുംബൈ സാക്ഷ്യം വഹിച്ചിട്ടില്ല. പരീക്ഷാ ക്രമക്കേടുകൾക്ക് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നതിനിടെ മുംബൈയിൽ ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 5 അതിലധികമോ ആളുകൾ അനുമതിയില്ലാതെ ഒത്തുചേരുന്നതിനാണ് നിയന്ത്രണം. തീർച്ചയായും ഈ ഒരു സമരത്തെ പ്രതിരോധിക്കാനുള്ള ഒരു സർക്കാർ നടപടിയായിട്ടാണ് അതിനെ കാണാൻ കഴിയുക. ഓഗസ്റ്റ് 6 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം സർക്കാർ നടപടിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജൂലൈ 26 ഞായറാഴ്ച മുംബൈയിൽ സംയുക്ത മോർച്ച പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും സംയുക്തമായിട്ടാണ് ഒരു ജനകീയ സമരത്തിന് പുറപ്പെടുന്നത്. ഇത് രാഷ്ട്രീയ കൊടികളില്ലാത്തൊരു ജനകീയ സമരം എന്നാണ് രാജ് താക്കറെ പറഞ്ഞിരിക്കുന്നത്. നിരോധനാജ്ഞ അംഗീകരിക്കാനാകില്ലെന്നും സമാധാനപരമായ പ്രതിഷേധത്തിനിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ആരെയും അടിച്ചമർത്തുമെന്നാണ് രാജ് താക്കറെ വെല്ലുവിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വഞ്ചിത് ബഹുജൻ അഘാടി ആഹ്വാനം ചെയ്ത ബന്ദിന് മുന്നോടിയായി തന്റെ പാർട്ടിയിലെ 3500ഓളം വരെ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത പ്രകാശ് അംബേദ്കർ പരാതിപ്പെട്ടിരുന്നു. മുംബൈയിലും മഹാരാഷ്ട്രയിലും വിവിധ ഭാഗങ്ങളിലുമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾക്ക് വലിയ തോതിലുള്ള പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം തടയാനുള്ള പോലീസ് നടപടിയായാണ് ജനങ്ങൾ നിരോധനാജ്ഞയെ വിമർശിക്കുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും നിലവിലെ യുവജന പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ കഴിയില്ലെന്ന് വേണം 2 ദിവസങ്ങളിലായി മുംബൈയിൽ വിവിധ ഭാഗങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെ വിലയിരുത്താൻ. എന്തായാലും ഇപ്പോൾ കുറച്ചു മുമ്പേ പുറത്തു വരുന്ന ഒരു വാർത്ത, സോനം വാങ്ങിച്ചു നിരാഹാരം പിൻവലിച്ചു എന്നൊരു ശുഭകരമായ വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയ്ക്ക് വഴിയുണ്ട്. നരേന്ദ്രമോദിയും ഒരു വീഡിയോ സന്ദേശം പുറത്തിറക്കിയ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കേന്ദ്രമന്ത്രിസഭ പുതിയ പരിഷ്കാരം പാക്കേജ് അംഗീകാരം നൽകുമെന്നാണ് മോദിയുടെ പ്രസ്താവന. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് ഇത് ഏത് രീതിയിലാണ് ഈ സമരത്തിനെ സർക്കാർ ഇതുവരെ ഇത്രയും ദിവസം വരെ നിസ്സംഗത പാലിച്ചിരുന്ന സർക്കാർ ഇത്രമാത്രം പ്രക്ഷോഭങ്ങൾ, ജനകീയ ഒരു പ്രക്ഷോഭമായിട്ട് യുവജനങ്ങൾ തെരുവിലിറങ്ങിയതോടെയാണ് സമ്മർദ്ദത്തിലായിരിക്കുന്നത്. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ഒരു വിധത്തിലും പിന്തിരിപ്പിക്കാൻ കഴിയാതെ പരാജയപ്പെട്ട മുംബൈ പോലീസ് മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാക്കുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയാണ് സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത്. മുംബൈയിലെ നീറ്റ് പ്രതീക്ഷത്തിനിടെ പോലീസ് വാനിന് മുന്നിൽ നിലയുറപ്പിച്ച മോഡൽ റിയ ആഹിർ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ യുവജനങ്ങൾ ഏറ്റെടുത്ത ഒരു പ്രക്ഷോഭ സമരമായിട്ടാണ് ഈ ഒരു സമരം മുംബൈയിലും മാറിയിരിക്കുന്നത്. പക്ഷേ പ്രേംലാൽ, മറ്റു കാര്യം പ്രേംലാൽ ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായ പ്രധാനമന്ത്രിയുടെ ഒരു വീഡിയോ സന്ദേശത്തെക്കുറിച്ചൊക്കെ. അതിൽ അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട്. കുറ്റക്കാർക്കെതിരെ ഒക്കെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പറയുമ്പോഴും ഈ ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് തുടരുന്നത്. കാരണം ഈ കേസിൽ 1ാം പ്രതിയായി ചേർക്കേണ്ടത് ധർമ്മേന്ദ്ര പ്രധാനെയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെയൊക്കെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ നടന്നിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയും ഉത്തരവാദി അദ്ദേഹം തന്നെയാണ്. ഈ 22 വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞതിലടക്കം പ്രതിയാകേണ്ടത് ധർമ്മേന്ദ്ര പ്രധാനാണ്. പക്ഷേ അപ്പോഴും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുമ്പോഴും ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കുന്ന നിലപാട് തുടരുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പോഴും? തീർച്ചയായിട്ടും മുംബൈയിൽ ഏറ്റവും പുതിയ എല്ലാ സമരങ്ങൾ മുഖത്തും ഉയർന്നു കേൾക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു തീരുമാനം സർക്കാർ പക്ഷത്തുനിന്ന് വേണമെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊരു അതിനെക്കുറിച്ചൊരു വ്യക്തമായൊരു സൂചനകളൊന്നും വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല. ഇത് സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് അതിനെ കാണുവാൻ കഴിയുക. പ്രേംലാൽ, ഈ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം അവിടെ എങ്ങനെയാണ് ഈ കോൺഗ്രസിന്റെ ഒരു സ്റ്റാൻഡ് ഈ വിഷയത്തിൽ? അതോടൊപ്പം തന്നെ ആ കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ ഒരു നിലപാട് എങ്ങനെയാണ്? കാരണം കേരളത്തിൽ അവർ വളരെ തണുത്ത ഒരു മട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയത്തിൽ കൃത്യമായൊരു പ്രതികരണത്തിനോ സമരത്തിലേക്കോ ഒന്നും അവരെ കാണാനില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അവിടെ എങ്ങനെയാണ് സ്ഥിതി? മഹാരാഷ്ട്രയെ സംബന്ധിച്ച് NCP ശരത് പവാർ പക്ഷം, ശിവസേന, കൂടാതെ CITU, DYFI, കൂടാതെ MNS മഹാരാഷ്ട്ര വഞ്ചിത് പ്രകാശ് അംബേദ്കറുടെ പാർട്ടി, ഇത് മാത്രമാണ് സജീവമായി സമരമുഖത്തുള്ളത്. കോൺഗ്രസ്, ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനയും കോൺഗ്രസ് പാർട്ടിയും വളരെ തണുത്ത ഒരു പ്രതികരണമാണ് ഇതിനോട്. സമരമുഖത്ത് അവരെ സജീവമല്ല മഹാരാഷ്ട്രയിലും. ശരി പ്രേംലാൽ, താങ്ക് യു. എന്തായാലും സമഗ്രമായിട്ടുള്ള വിവരങ്ങൾ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം
വലിയ പ്രക്ഷോഭങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു നാടാണ് മഹാരാഷ്ട്ര. പ്രേംലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോഴും വലിയ പ്രതിഷേധങ്ങൾ തുടരുന്നു. BJP സംബന്ധിച്ചിടത്തോളം വലിയ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ഒപ്പം ശിവസേന ഷിൻഡെ വിഭാഗത്തിനൊക്കെ വലിയ പ്രാധാന്യമുള്ള സ്ഥലമായി മാറിയിരിക്കുകയാണ് മഹാരാഷ്ട്ര ഈ ഘട്ടത്തിൽ. പക്ഷേ അവിടെ പോലും വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ ഈ BJP സർക്കാരിനെ ചോദ്യം ചെയ്യാനായി വിദ്യാർത്ഥികളും മറ്റ് രാഷ്ട്രീയ സംഘടനകളുമൊക്കെ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് മഹാരാഷ്ട്രയും കടന്നു പോകുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ വിവരങ്ങളാണ് പ്രേംലാൽ സൂചിപ്പിച്ചത്.